ചൈനയിൽ ഒരു വിസിറ്റ് വിസക്ക് പോകണം അല്ലെങ്കിൽ കാൻഡൻ ഫെയർ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എങ്ങനെ വിസ കിട്ടുമെന്ന് നോക്കാം. ചൈനയിൽ ഇന്ത്യക്കാർക്ക് 5 ടൈപ്പ് വിസ ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ടൂറിസ്റ്റ് വിസ, രണ്ടാമത്തത് ബിസിനസ് വിസ, മൂന്നാമത്തത് വർക്ക് വിസ, നാലാമത്തത് സ്റ്റുഡൻസ് വിസ, അഞ്ചാമത്തത് ട്രാൻസിറ്റ് വിസ. കാൻഡൻ ഫെയർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഇനി അതിൽ മറ്റു ബിസിനസ് ട്രേഡിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ടിപ്പിക്കലി സാധാരണ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസ എന്ന് പറയുന്നത് ബിസിനസ് വിസയാണ്. ഒരു ബിസിനസ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈനയിൽ നിന്നൊരു ഇൻവിറ്റേഷൻ വേണം. അതായത് അവിടുത്തെ കമ്പനികളോ അല്ലെങ്കിൽ മറ്റു അതോറിറ്റികളോ നമുക്കൊരു ഇൻവിറ്റേഷൻ അയച്ച് ആ ഇൻവിറ്റേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വിസക്ക് അപ്ലൈ ചെയ്യേണ്ടത്. കാൻഡൻ ഫെയർ പോകുന്ന ആളുകൾ കാൻഡൻ ഫെയറിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി അതല്ല മറ്റേത് ബിസിനസ് പർപ്പസിന് പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള കമ്പനിയായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവരടുത്തുനിന്നും ഇൻവിറ്റേഷൻ വാങ്ങാവുന്നതാണ്. ഈ ഒരു ഇൻവിറ്റേഷനെ കൂടെ തന്നെ നമ്മൾ പാസ്പോർട്ട്, അതുപോലെ വിസ ആപ്ലിക്കേഷൻ ഫോം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ റിട്ടേൺ ടിക്കറ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചൈനീസ് എംബസിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ചൈനീസ് എംബസി ഡൽഹിയിലാണുള്ളത്. ഇനി GCC രാജ്യങ്ങളിലെ ഇന്ത്യക്കാർക്കെല്ലാം തന്നെ ഇതേ നിയമമാണ് വരുന്നത്. അതായത് GCC രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ കമ്പനിയുടെ ഒരു NOC കൂടി ഇതിന് വേണ്ടി വരും. അതിന്റെ കൂടെ തന്നെ സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ഒക്കെ ചോദിക്കാറുണ്ട്. വിസയുടെ ചാർജ് സാധാരണ 4000 മുതലാണ് തുടങ്ങുന്നത്. ഇത് മൾട്ടിപ്പിൾ എൻട്രീസ് ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ചാർജിലൊക്കെ ഡിഫറൻസ് വരും. ചൈന പോലുള്ള രാജ്യത്ത് പോയിട്ട് നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് സോഴ്സ് ചെയ്യാമെന്നുള്ളൂ, അതുപോലെ എങ്ങനെ അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ GCC രാജ്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യാന്നുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേജാണ് ഇത്. അതുപോലെ നിങ്ങളുടെ ബിസിനസ് സ്ട്രാറ്റജിക്കലി ഗ്രോ ചെയ്യാനുള്ള എല്ലാ ഇൻഫർമേഷൻസും FMC എന്ന ഈ ഒരു 1 മില്യൺ കൺസൾട്ടിംഗ് പേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേജ് ഫോളോ ചെയ്തോളൂ.